അഭിവന്ദ്യനായ അധ്യക്ഷൻ പാണക്കാട് സയ്യദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രിയങ്കരനായ തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡി അടക്കം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, പാണക്കാട് തങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയ സൗഹാർദ്ദ സദസ്സിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സുകളിലേക്ക് ഇരമ്പിയെത്തിയ ഈ സ്നേഹസദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായി ആദ്യം പങ്കുവയ്ക്കുന്നു. ഞാൻ ഈ വേദിയിലിരുന്നപ്പോൾ ഓർത്തത് കഴിഞ്ഞ വർഷം എറണാകുളത്ത് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ആ സൗഹാർദ്ദ സദസ്സിൽ പങ്കെടുത്ത അനുഭവങ്ങളാണ്. തുടക്കം മുതൽ അവസാനം വരെ ഇവിടെ പങ്കെടുത്ത ധാരാളം പേര് ഈ വേദിയിലുണ്ട്. ആ പരിപാടിക്ക് എന്തൊരു വൈബായിരുന്നു. ആ പരിപാടി നമുക്ക് നൽകിയ ഒരു ആത്മവിശ്വാസം ചെറുതല്ല. നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസാണ് ആ പരിപാടി കഴിഞ്ഞിറങ്ങുമ്പോൾ. ഈ സങ്കീർണവും വൈവിധ്യവും നിറഞ്ഞ ഈ സമൂഹത്തിൽ നമുക്കെല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് പോകാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ആ പരിപാടി തന്നത് എന്ന് സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ സ്നേഹസദസ്സിൽ പങ്കെടുക്കുമ്പോഴും ഈ വേദിയിലേക്കും സദസ്സിലേക്കും നോക്കുമ്പോൾ കിട്ടുന്നത് അതേ അനുഭവം തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടി നമുക്ക് ഡിബേറ്റ് ചെയ്യാം, നമുക്ക് ഡിസ്കോസ് നടത്താം. അതൊക്കെ ജനാധിപത്യത്തിൻ്റെ മനോഹാരിതകളാണ്. നമുക്ക് തർക്കിക്കാം, വാദപ്രതിവാദങ്ങൾ ഉണ്ടാക്കാം, ആശയവിനിമയം നടത്താം, എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് വിയോജിക്കാം. അതൊക്കെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. ആ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യവും നിലനിർത്തിക്കൊണ്ട് വ്യത്യസ്തമായ ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെയായി നമ്മൾ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ സങ്കീർണമായ ഈ ബഹുസ്വര സമൂഹത്തിന് തണലായി നിൽക്കാൻ നമുക്ക് കഴിയണം. ആത്മവിശ്വാസവും പിൻബലവും കൊടുത്ത് നമുക്കതിൻ്റെ ശക്തി സ്രോതസ്സാവാൻ കഴിയണം. അതാണ് ഈ സൗഹാർദ്ദ സദസ്സും സ്നേഹ സദസ്സും നൽകുന്ന പാഠം എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ 3 വർഷമായി പ്രതിപക്ഷ നേതൃസ്ഥാനത്തും UDFൻ്റെ ചെയർമാൻ സ്ഥാനത്തും ഇരുന്നുകൊണ്ട് നിരവധി പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ, രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തുണ്ടായ നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിക്കുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും, കുഞ്ഞാലിക്കുട്ടി സാഹിബിനറിയാം, ഞങ്ങൾ തങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഉറച്ച നിലപാടാണ്. പാണക്കാട് കുടുംബത്തിൻ്റെ ഉറച്ച നിലപാടാണ്. ഭിന്നിപ്പിനില്ല. എവിടെയാണ് ഭിന്നിപ്പുണ്ടാകാൻ സാധ്യതയുള്ളത് അവിടെ അതിനെതിരായ ഉറച്ച നിലപാടെടുക്കണം. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ല, അത് തെരഞ്ഞെടുപ്പിലെ വിജയമല്ല. ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനവും UDFൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല എന്നുള്ള ഞങ്ങളുടെ ഉറപ്പ്, അത് പാണക്കാട് തങ്ങളുടെ കൂടി ഉറപ്പാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാർ നിർണായകമായ നിമിഷങ്ങളിൽ എടുത്ത സുപ്രധാനമായ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളുടെ പിന്തുടർച്ചയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനും UDFനും എല്ലാം ഉള്ളത്. ആളുകളെ ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു ലാഭവും വേണ്ട. ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു തരത്തിലുള്ള വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കില്ല. നമ്മളെ ശത്രുക്കളാക്കി നമ്മളെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന ഒരു ശക്തികളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. അത് സാമൂഹ്യവും രാഷ്ട്രീയവുമായ ഉറച്ച നിലപാടാണ്. ആ നിലപാടിൻ്റെ സന്ദേശമാണ് സൗഹാർദ്ദ സദസ്സിലൂടെയും ഈ സ്നേഹ സദസ്സിലൂടെയും നൽകിയത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.